ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് മൈസൂർ പ്ലാനറ്റ് എർത്ത് പാർക്ക് ആൻഡ് അക്വേറിയം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇത് വന്നിട്ട് മൈസൂരിൽ വിജയനഗർ എന്ന് പറയും, ഹെബ്ബാൾ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പം ബ്രദറും വൈഫും മോളൊക്കെ വന്നപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാനായിട്ട് ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാട്ടോ. ടിക്കറ്റ് വന്നിട്ട് ഉള്ളിൽ കയറാൻ 100 രൂപ കേട്ടോ, 100 രൂപയാണ്. 100 രൂപ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ല വേർത്താണ്, നല്ല എല്ലാം കാണാൻ നല്ല ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പാമ്പ്, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ, ബേർഡ്സുകൾ. അതായത് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അതിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ പേ ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ നല്ല കളർഫുള്ള് ഫിഷാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ബ്രദറും വൈഫും മോളാട്ടോ. പിന്നെ ഇതാ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് കണ്ടിട്ട്, മീനൊക്കെ കണ്ടിട്ട് നല്ല. അലിക മോള് ഓട്ടോറിക്ഷയിൽ ഇരുന്ന് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് പണിക്കാട്ടോ. ഗുഹ മാതിരി മീനിൻ്റെ വായിലൂടെ ഇങ്ങനെ ഒരു ഗുഹ മാതിരി ഉള്ളിൽ പോയാൽ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി മീനുകളൊക്കെ, കുറേ തരം മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മൈസൂരിലുണ്ട് കേട്ടോ, മൈസൂരിൽ സിറ്റിയിലും ഉണ്ട് ഇങ്ങനെ ഫിഷിൻ്റെ അക്വേറിയമൊക്കെ. പക്ഷെ അവിടെ വേറെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. മൃഗങ്ങളുണ്ട്, പിന്നെ മീനിൻ്റെ അക്വേറിയം ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ അതിലൊന്നും കയറിയില്ല. പിന്നെ കാക്ക ഇതിൽ കയറിനു, ബേർഡ്സിൻ്റെ ഇതിൽ, അതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. ഒക്കെ കളിക്കണം. ഈ സംഭവം കയ്യിൽ പിടിച്ചിട്ടൊക്കെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കട്ടോ. നമ്മൾ അതിനൊന്നും നിന്നില്ല. അതാ അതിന് 100 രൂപ ഉള്ളൂ കേട്ടോ. ഒരു പാമ്പിന്, നല്ല വലിയ പാമ്പ്, ഞാൻ ഷോർട്ട് സൈറ്റ് ഇടുന്നുണ്ട്. ഇതാ ഈ പാമ്പിനൊക്കെ നമുക്ക് എടുത്തിടണമെങ്കിൽ എന്താ 500 കേട്ടോ. 500 പേ ചെയ്താൽ ഓല നമുക്ക് കയ്യിൽ തന്നെ തരും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ പാമ്പിനൊക്കെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്ഥലത്ത് പോയാൽ മതി കേട്ടോ. പാമ്പിനെ, പലതരം മൃഗങ്ങളൊക്കെ നമുക്ക് എടുക്കാനും തൊടാനും എല്ലാം പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ പലതരം അണ്ണാനുണ്ട്, എന്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അറപ്പുള്ള സാധനമാണ് ഈ എലി എന്ന് പറയുന്നത്. പക്ഷേ ഈ എലി കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, വൈറ്റും ബ്ലാക്കൊക്കെ ആയിട്ട്. ഇതൊക്കെ എലിയാണ്. ഈ വൈറ്റ് പാമ്പ് കണ്ടോ, 2 പാമ്പാട്ടത്. ഇതെന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ എന്താ, ഞങ്ങൾ കുട്ടികളായിട്ട് കുറച്ച് നേരം പാർക്കിൽ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. അവിടെ എഴുതിയിട്ടുള്ളത് 1 to 8 ഇയേഴ്സിൻ്റെ ബേബീസിന് കളിക്കാനാണ് കേട്ടോ. ബ്രദറും വൈഫൊക്കെ കളിച്ചിരുന്നേല്. അതാ ഈ അലിസ ബേബി വിഗുവെന്ന് പേര് കേട്ടോ. അങ്ങക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മുട്ടൊക്കെ വലിയ
കുടിച്ചാണ്ടല്ലോ അമേരിക്കൻ പുല്ലി അത്ര ഞാൻ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെ ലില്ലിനെ കുറച്ചൊക്കെ അതേമാതിരി ഇല്ലേ. നല്ല ഭംഗിയാട്ടോ കാണാൻ പ്ലേസ്. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞങ്ങൾ കയറിയത് ആ ബേർഡ്സിൻ്റെ ഇതിക്കാട്ടോ. അലീസ ബേബി നല്ല എൻജോയ് ചെയ്തിട്ടോ. ഇപ്പോൾ പേടി എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ആള് സൂപ്പറായിട്ടിരുന്നു. ഇതാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ 100 റുപ്പീ എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് കുഴപ്പമില്ല. വേറെയുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോകണമെങ്കിലൊക്കെ ഉള്ളൂ നമ്മൾ പേ ചെയ്യേണ്ടി വരിക. ഇതായി സംഭവം കോഴി തന്നെയല്ലേ ഇത് നമ്മളെക്കാട്ടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതാ മുന്നിൽ പലതരം നായ്ക്കളുണ്ട്, ഡോഗ്സ് ഉണ്ട് കേട്ടോ. ഇഫ്ര കുറച്ച് കുറുമ്പുടിച്ച് നിൽക്കുകയാണ്. ബോബോ നോക്കുമ്പോ എന്തൊക്കെ ഒരു വിധം ബോബോണ്. മുന്നിൽ കണ്ടില്ല, അതാണ് കേട്ടോ. അവർക്കൊന്നും ഈ വീഡിയോസ് വരുന്നതും താല്പര്യമില്ല. ഈ ഡോഗിനെ പ്രത്യേകിച്ച് വീഡിയോ എടുത്തതാണ്ടാ തോന്നുന്നുണ്ട്. മറ്റുള്ള ഡോഗൊക്കെ ഇപ്പൊ കുരക്കാൻ തുടങ്ങും കേട്ടോ. എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ലേ. ഇപ്പൊ എന്താ സംഭവിച്ചോടെ? ഒന്നുമില്ല. പിന്നെ ഇതാ ഈ കളിക്കിനയില് കുട്ടികളെ കളിപ്പിക്കുക കേട്ടോ. ഉപ്പാക്ക് നല്ല പേടി. ഈ നായ ഇഫ്ര ആരെങ്കിലും ബുഗോ ഈ പിടിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഇതാക്കാണ്. നമ്മളെക്കാട്ടും കയറിങ്ങല്ലേ കാരണം നമ്മളെ ഉപ്പയും ഉമ്മയും മക്കളെ. ഇങ്ങനെ ഹിന്ദി അറിയുന്ന വിചാരിക്കാണ് കേട്ടോ. ഞാൻ ഉപ്പയും എപ്പോഴും ഹിന്ദിയെ പറയൂ. എത്ര മലയാളം അറിയെങ്കിലും ഞാൻ ഉപ്പി ഹിന്ദിയെ പറയുള്ളൂ. അതേമാതിരിയാണ് ഇഫ്രാൻ്റെ ഉപ്പാക്കും മലയാളം അറിയാം, പക്ഷെ അത്രക്ക് അറിയില്ല. എന്നാലും അറിയട്ടോ. എൻ്റെ ഉപ്പാനോടും ഇക്കാനോടും ഹിന്ദിയെ പറയൂ. ഓനെവിടെ ഇതാ ഈ കോഴിക്കളെ കണ്ട വിസിലടിക്കുമ്പോ ഒരുമാതിരി സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇന്ന ബേബി കേരള കേരള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതാണ്. ഞങ്ങൾ അവിടുന്ന് വേഗം പോയിട്ടോ. എന്താ വെച്ചാൽ നെക്സ്റ്റ് ഡേ അലീസ ബേബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് ഇനി
അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചുപോയി. എന്നാലിട്ടോ നല്ല എൻജോയ് ചെയ്തു. നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ഹാപ്പിയല്ലേ. ഇതാ അലീസ ബേബി നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതേമാതിരി പാമ്പിനെ ഇട്ടിരുന്നു കേട്ടോ ഒരു ചെങ്ങായി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, നോക്കി നിന്നിട്ട് വീഡിയോ എടുത്തില്ല. കുറച്ചെന്തോ ഷോർട്സിനായിട്ട് കുറച്ചെന്തോ കിട്ടി തോന്നുന്നുണ്ട്. ആ തത്തതാ, ആ വൈറ്റ് കളർ തത്ത, അതിനെതാ വൈറ്റി എന്ന് വിളിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് വൈറ്റി എന്ന് പറയും. നല്ല വർത്താനൊക്കെ പറയട്ടോ. ഇത് ഇവരെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അത്ര, ഇങ്ങനെ കടിക്കാണ്ടൊക്കെ. ഒന്നും ചെയ്യണില്ല കേട്ടോ. പാമ്പായാലും പാമ്പൊക്കെ ഇങ്ങനെ മേത്തരിക്കും കേട്ടോ. ഞാൻ ബ്രദറിനോട് കുറേ പറഞ്ഞു എടുത്തോന്ന്. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്നിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. സൂപ്പർ അടിപൊളി ബിരിയാണി അടുപ്പ് മേടിച്ചു തന്നിട്ടോ. ബീഫ് ബിരിയാണി, കേരള ബിരിയാണി കേട്ടോ. മൈസൂരിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കേരള ബിരിയാണി കിട്ടൂല. പക്ഷെ ഉപ്പാക്ക് എല്ലാ സ്ഥലവും അറിയാം കേട്ടോ. ഉപ്പ ഓട്ടോ ഓടിക്കുന്നതുകൊണ്ട് എല്ലാം എവിടെ ഉണ്ടെങ്കിലും അറിയും. പിന്നെ ഞങ്ങൾ ഒരു കർണൻ്റെ ജ്യൂസ് എന്ന് പറയും, എന്താ മലയാളത്തിൽ പറയാമെന്നറിയില്ല. നാരങ്ങ മാതിരി ഉണ്ടാവും, പക്ഷെ വേറെ ടൈപ്പാണ്. നല്ല ടേസ്റ്റാട്ടോ. മീന ബസാറിൽ ഫേമസ് ആണത്. പിന്നെ അതാ കുറച്ച് ഞാൻ നെക്സ്റ്റ് ഡേത്തെ ബർത്ത്ഡേൻ്റെ കുറച്ച് വീഡിയോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കത്തിച്ചിട്ടും അത് കത്തണില്ല കേട്ടോ. പിന്നെ ഇക്കയാണ് അത് കത്തിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇഫ്രാൻ്റെ ബർത്ത്ഡേക്ക് ഇതാ ഈ തീ കണ്ടിട്ട് നല്ല കരഞ്ഞിട്ടുണ്ടായിരുന്നു. അലീസ ബേബിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് മുറിച്ചാൽ പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ദൈകാരം, ഞങ്ങൾ മുറിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് തന്നില്ലല്ലോ, ആ പരാതി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇഫ്രാക്കൊക്കെ ഇനായക്കൊക്കെ പ്രത്യേകിച്ചാട്ടോ. അതിന് പിന്നെ കുറുമ്പയിക്കാരം. അപ്പോൾ ഞങ്ങൾ ഓരോ കൊണ്ട് എല്ലാവരെയും കൊണ്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കിഡ്സിനും കൊണ്ടും ആ കേക്കൊക്കെ ഒന്ന് മുറിപ്പിച്ചിട്ടോ. ഇഫ്ര മുറിച്ചു, ഇനായ മുറിച്ചു. ഇനാൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ല. ഇനാൻ്റെയും അലീസാൻ്റെയും ഇഫ്രാൻ്റെയും മൂന്നാളെ ഔട്ട്ഫിറ്റിൻ്റെ സ്റ്റിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക കേട്ടോ. മൂന്നിൻ്റെയും ഇത് അവരൊക്കെ കേക്ക് മുറിച്ചാണ് ഇതാക്കുക കേട്ടോ. ഇതേന്നിട്ടോ അതിൻ്റെ ഡ്രസ്സ് കുറച്ച് നേരെ ഇട്ടെടുത്തിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം. ഇത് ഞാൻ ഒരു മാരേജിന് വേണ്ടിയിട്ട് മൂന്നാൾക്കും സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ച ഡ്രസ്സാണ്. ഒരാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ അലീസ ബേബിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. അങ്ങനെ കുക്കിംഗ് വീഡിയോസും പിന്നെ അങ്ങനത്തെ കുട്ടി വ്ളോഗ്സ് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ.